സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന കലാകാരൻ്റെ അരങ്ങേറ്റമൊക്കെ ഫാറ്റിമ കോളേജിലാണ് അല്ലേ? അക്കാലത്തെ സാറിൻ്റെ ഒരു സുഹൃത്താണ് നമ്മുടെ അടുത്ത അതിഥി കൊല്ലം സുരേഷ്. മനസ്സറുമായിട്ട് കോളേജിൽ വെച്ചാണ് അടുക്കുന്നത്? അല്ലല്ല, കോളേജ് വെച്ചിട്ടില്ല. അത് ഞാൻ ഒരു പ്രൊഫഷണൽ ഡ്രാമ ഞാൻ ബി ഡി സിക്ക് പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ജേർണലിസത്തിന് പഠിക്കുകയായിരുന്നു അന്ന്. അപ്പം ഞാനൊരു പ്രൊഫഷണൽ ഡ്രാമ എഴുതി അന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊരു കഥാപാത്രം ഞങ്ങളെ വല്ലാതെ വലച്ചു. 16 പേര് വന്ന് ഈ കഥാപാത്രം ചെയ്തു. ശരിയാവുന്നില്ല. 17 ഞാൻ തന്നെ നോക്കി, പരാജയപ്പെട്ട്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായിരുന്ന ഒരു ബാലചന്ദ്രൻ മേനോൻ ഉണ്ട്, അഭിനയത്തിൻ്റെ ശല്യം ഉണ്ട്, അങ്ങനെ ശല്യമുണ്ട്, അങ്ങേരെ കണ്ടാൽ ഈ വേഷം ചെയ്യും എന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞു. പറഞ്ഞ ദിവസം 5 മിനിറ്റ് മുമ്പേ പുള്ളി കടപ്പാക്കടയിൽ ലാൻഡ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ഞാൻ ഈ ടെസ്റ്റ് ഡോസ് കൊടുക്കണമല്ലോ, ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ എന്തുദ്ദേശിച്ചോ അതും വന്ന് അതിനപ്പുറവും വന്നു. ഞാൻ ഓടിച്ചെന്ന് ഷോ കാർഡ് കൊടുത്തു. അത് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പ്രോഗ്രാം? ഞാൻ പറഞ്ഞു ഷോ കാർഡ് അടിക്കണം, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. അന്ന് എല്ലാവരുടെയും ഫോട്ടോ കൊടുത്തില്ല, പ്രശ്നമാണ്. ഈ നാടകത്തിന് ഇങ്ങനെ കാർഡ് വരും, ചായക്കടയിലൊക്കെ എല്ലാവരുടെയും ഫോട്ടോ കൊടുക്കണമല്ലോ. ബാർബർ ഷോപ്പും ചായക്കടയാണ് അതിന്റെ സ്ഥലം. നാടകത്തിന് വിട്ടുപോയൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ. വിഷമം ഉണ്ടാവും? ഒരിക്കലില്ല. ഈ ടി വിയിൽ ആൾക്കാർ കാണും. ഇല്ലില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ 3 പേര് മാത്രമേ. പ്രയാസമല്ലോ. അപ്പൊ റെഡ് സ്ട്രീറ്റ് എന്നായിരുന്നു നാടകത്തിന്റെ പേര്. എനിക്ക് തന്ന വേഷമൊക്കെ കുക്കറിന് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ശരിയാണ്. ഞങ്ങളെ രാവിലെയും കൊണ്ടുപോകും. എന്നിട്ട് ഹോട്ടലിലാണ് റിഹേഴ്സൽ. ഈ പറഞ്ഞ റെമ്യൂണേഷൻ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ എത്രയൊക്കെ ഉള്ളൂ എന്ന് ഓർത്തോണം. ലാവിഷായിട്ടുള്ളത് ഒരു വലിയ ഒരു പാത്രത്തിൽ ഈ പരിപ്പോടയുടെ ഭയങ്കരമായ ഒരു ധാരാളത്വമുണ്ട്. പരിപ്പോടയും ഒരു സൈഡിലായിട്ട് ബീഡി, സിഗരറ്റില്ല കേട്ടോ, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പോൾ ബീഡി വലിക്കേണ്ടവർക്ക് ബീഡി വലിക്കാം, വായിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഒന്ന് ബീഡി ചില പരിപ്പോട വെച്ചോണം. നാടകത്തിൻ്റെ സ്റ്റേജിങ് കഴിഞ്ഞതോടുകൂടി ഹോട്ടൽ പൂട്ടി, അടച്ചു. അത് നഷ്ടം. അച്ഛൻ്റെ വഴി മുട്ടിച്ചു. അത് സുരേഷ് പറഞ്ഞില്ല, അത് പറയുമ്പോൾ സത്യങ്ങളെല്ലാം പറയും. അപ്പോൾ ഈ ഷോക്കാടൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഈ നാടകം അരങ്ങേറി. എവിടെയായിരുന്നു? കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു. അവിടെ അല്ലേ സാറും പഠിച്ചല്ലേ? 2 പേരും ഫാത്തിമ കോളേജ്. ആ കോളേജിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം. നാടകം അരങ്ങേറി എന്ന് പറഞ്ഞത് ഈ കോളേജിൽ പഠിച്ച ഒരുപാട് പേരുണ്ടല്ലേ? നമുക്ക് അറിയാം. സുരേഷ് ഗോപി ഫാറ്റിമ കോളേജാണ്. ഞങ്ങൾ സുരേഷ് ഗോപി ഉണ്ട്, പിന്നെ മാർക്കോസ് പഠിച്ചു. ഈ മാർക്കോസിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ പറയും. ഈ സുരേഷിൻ്റെ ഈ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന നാടകത്തിൽ അന്ന് മാർക്കോസ് പാടുന്നുണ്ട്. ഇപ്പോൾ ഫാറ്റിമ കോളേജ് കണ്ടപ്പോൾ പെട്ടെന്ന് ഇപ്പം സുരേഷോട് പഠിച്ചുകൊണ്ട് ആ കോളേജിലെ ഒരുപാട് നമ്മളിവിടെ പറയാത്ത പല കാര്യങ്ങളും മനസ്സിൽ കൂടെ പോയി ഓർത്തണം. പറയാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പല ഇടനാഴി കണ്ടപ്പോൾ ആ ഇടനാഴിയൊക്കെ എത്ര പേരുടെ പ്രേമത്തിന് സാക്ഷിയാണെന്നറിയാം. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി അതാണ്. എത്രയോ പേര് അതിൽ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് മരിച്ചുപോയവരുണ്ട്, എനിക്കറിയാം. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും.